ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാജകുമാരി ഹോളിക്കൻസ് യു പി സ്കൂളിൻ്റെ വജ്ര ജൂബിലിയുടെ ഭാഗമായിട്ട് ഞങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ എബനേസർ ഇവിടെയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഞാനും ആൻറ്റിയാണ് വന്നതേ ആൾക്കാരുടെ തിരക്ക് കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി കേട്ടോ. കുറേ നേരമൊക്കെ നിന്ന് കേട്ടോ. അങ്ങനെ നിന്നപ്പോഴാണ് ഒരാൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത് കേട്ടോ. വേറെ കാര്യമല്ല, നമ്മുടെ എബനേസറാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ പ്രിൻസിപ്പാൾ ഇരുത്തി. ജൂബിലി വർഷത്തിലായിരിക്കുമ്പോൾ ഈ സായം സന്ധ്യയിൽ അസ്തമേശ്വരന്റെ പൊൻകിരണങ്ങൾക്കൊപ്പം ഇറ്റുവീഴുന്ന തുഷാര ബിന്ദുക്കൾക്കൊപ്പം വിനയത്താൽ തലകുനിച്ചു നിൽക്കുന്ന സസ്യലതാതുകൾക്കൊപ്പം ഹോളിഗൻസിന്റെ കലാകാരന്മാർ ഇന്നത്തെ ഈ മഹനീയ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാം കൂടി വെൽക്കം ഡാൻസ്. കേരളീയ നൃത്തകലകളെല്ലാം ഒത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ കുട്ടികളുടെ വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നത്. കഥകളി, ഭരതനാട്യം, കുച്ചിപ്പുടി അങ്ങനെ തുടങ്ങിയ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ കോസ്റ്റ്യൂമൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. എനിക്ക് പിള്ളേരുടെ ഡാൻസും അതുപോലെ അവരുടെ കോസ്റ്റ്യൂമൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. I would like to invite our beloved Sri Rani Thomas sir, the headmaster of Holy Cute Suki School, to formally welcome to the gathering. സ്വാഗതം ചെയ്യുന്നു. മെമ്മന്റെ വിതരണവും ആശംസ നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുക രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ എം ഈശ്വരൻ അവരുകളാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയങ്കരനായ കൊച്ചച്ഛൻ റവറൻ ഫാദർ ടോണി കുഴിപ്പിലച്ചനെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആകാശവികായത്തിലേക്ക് പറന്നുയരാൻ കുരുന്നുകൾക്ക് ചെറുകു നൽകിയ അറിവിന്റെ അക്ഷരമുറ്റം ഹോളിക്യൂൻസ് യു പി സ്കൂൾ രാജകുമാരി. പിള്ളേർക്കുള്ള സമ്മാനദാനങ്ങൾക്കൊക്കെ ശേഷം സ്ക്രീനിൽ കാണിച്ചത് സ്കൂളിൻ്റെ വാർഷിക റിപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ ആ സ്കൂളിൽ ഒരു വർഷമായിട്ട് നടന്നു വന്നിരുന്ന ഒരു ആക്ടിവിറ്റീസും എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം. നമ്മുടെ എബനേസറിനെയൊക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അവിടെ 2 ടീച്ചേഴ്സ്, ലൈസബ ടീച്ചറും ഷൈനി ടീച്ചറും റിട്ടയർഡ് ആവുകയാണ്. അതിൻ്റേതായിട്ടുള്ള വീഡിയോസും എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിട്ടയർഡ് ആയ ടീച്ചേഴ്സിന് മൊമെൻറ്റോ നൽകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ലൈസമ്മ ടീച്ചറാണ് ഇത്. ഷൈനി ടീച്ചറിന് കൊടുത്ത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതാ നമുക്ക് മുൻപ് ആസ്വദിക്കാം, അഭിനന്ദിക്കാം. അച്ഛനെ എനിക്കങ്ങനെ മാലു വിചാരിക്കണ പോലെ പേടിയൊന്നുമില്ല. പിന്നെ അച്ഛന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പേടി അഭിനയിക്കുന്നതല്ലേ. അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. എന്തിനെ പേടിക്കണേ? എന്റെ മീശ കണ്ടിട്ടാണോ? പുറമെ കാണുന്ന പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫ് ഒന്നും അല്ലട്ടോ. എന്തത് ഭയങ്കര ബീഡിയുടെ മണം. ഞാൻ വലിക്കില്ല കേട്ടോ. അച്ഛൻ ഭയങ്കര വീഡിയോ ഇല്ല. സ്റ്റാൻഡേർഡ് ഉള്ള എന്തെങ്കിലും വലിക്കാൻ പറഞ്ഞാ അച്ഛൻ കേൾക്കണ്ടേ? കൂടുതൽ വലിപ്പിക്കലടാ മോനെ. അച്ഛൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 19 കൊല്ലായി. എന്നാ ഞാൻ അങ്ങോട്ട് എങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. സ്കൂളിൽ പോടാ. അച്ഛാ അസൂയ സൂയിക്കണില്ലല്ലേ? എന്റെ കല്യാണം കഴിഞ്ഞ് 42 വർഷമായിട്ട് നിന്റെ ആ കേരള കോൺഗ്രസ് തന്ത ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല ജാൻസി സുഖാണോന്ന്. ഇക്കണ്ട വർഷം മുഴുവൻ 3 നേരം മൂക്കുമുട്ട തിന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്മച്ചി ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന്
ഇതിപ്പോ ന്യൂസിലാൻഡ്, ജപ്പാൻ, കാനഡ, എന്തിന് അസർബൈജാൻ വരെ എന്റെ ഡിഷ് ഉണ്ടാക്കണത് സ്ക്രീനിൽ കണ്ടിട്ട് ജാൻസേച്ചി ഫുഡ് അടിപൊളിയാണ് കേട്ടോ, സുഖല്ലേ എന്നൊക്കെ ചോദിക്കാൻ എനിക്ക് ആളുള്ളപ്പോ ഈ ജാൻസി എന്ന് പറഞ്ഞാൽ ഞാനാ പണിക്ക് പോകും. ഞാൻ പണിക്ക് പോകത്തില്ല. പിന്നെ ഞാൻ അമ്മയെ കൊണ്ട് പണിക്ക് പോത്തിട്ട് ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എന്താ പണി? അമ്മ പാറയുടെ കല്ല് നോക്കുമ്പോ മുട്ടക്കല്ല് അമ്മയുടെ തലയിലോട്ട് നോക്കുമ്പോ അമ്മയുടെ ചങ്ങ് പോകാൻ വിളിക്കില്ല കാണാൻ എനിക്ക്. അപ്പൊ നീ എന്താ ചെയ്യും? ഞാനത് വീഡിയോ എടുത്തിട്ട് റീലിടും. തന്താനത്താനോ തന്താനത്താനോ താനാ തന്താനോ തന്താനത്താനോ തന്താനത്താനോ തന്താ തന്താനോ. അപ്പൊ അച്ഛൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇതുവാ തന്താ തന്താനോ. ആ കളിയാണ് അപ്പോൾ കുഞ്ഞു മോളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. അപ്പം മോളുടെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ, മോളെ അറിയാത്തവരുണ്ടാവില്ല. അപ്പോൾ മോള് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു മോളാണ് കേട്ടോ. അപ്പോൾ പേരറിയാവുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എത്ര പേർക്ക് മോളെ അറിയാമെന്നൊന്ന് അറിയാമല്ലോ. വിശിഷ്ടാതിഥി പ്രമുഖ മിമിക്സ് താരം മഹേഷ് കുഞ്ഞുമോൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വൺ മാൻ ഷോ ഇപ്പോൾ ഉടൻ ആരംഭിക്കുന്നതാണ്. എല്ലാവരും അതിനായി കാത്തിരിക്കുക. ഹലോ ചേട്ടാ ഇങ്ങേറിലേക്ക് വരാമോ? ഹലോ. അപ്പോൾ കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ ഗാനമേളയും അതുപോലെ തന്നെ മഹേഷ് കുഞ്ഞുമോൻ്റെ പ്രോഗ്രാമും ഒരുമിച്ചായിരുന്നു നടന്നത്. അപ്പോൾ ആദ്യം ഗാനമേളയിൽ ഒരു 2-3 പാട്ടിന് ശേഷമാണ് മഹേഷ് കുഞ്ഞുമോൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ ഈ കാണുന്ന ചേട്ടായി നമ്മുടെ ലിതിമോളുടെ കൂടെ പഠിച്ച ചേട്ടായാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് ലിതിമോൾക്ക് അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഇത് മനു ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് രാജക്കാടുള്ള ചേട്ടായാണ്. മഹേഷ് ചേട്ടൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു അത്. കാരണം നമുക്കൊക്കെ മോട്ടിവേഷൻ തരുന്ന രീതിയിലൊരു വീഡിയോ ആണ്. ഇത്രയും വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നും ഇത്രയും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹം ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ. നമസ്കാരം. ഈ സൈഡിലുള്ള ആൾക്കാരുടെ ശബ്ദം മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ. എല്ലാവരും നമസ്കാരം പറഞ്ഞേ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. നല്ല തണുപ്പുണ്ടല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഈ തണുപ്പ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പുണ്ട്. നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യുന്ന തണുപ്പിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ തണുപ്പിനെ നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ല കയ്യടി ഇങ്ങനെ തന്നാൽ മതി. നമ്മളെ കൈയടിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നമുക്ക് ഈ തണുപ്പിനെയൊക്കെ ചൂടാക്കി മാറ്റാം, നമുക്ക് ആഘോഷമാക്കി മാറ്റാം അല്ലേ? അപ്പൊ എല്ലാവരും മനസ്സോട്ട് നല്ലൊരു കൈയടി തന്നെ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ നിങ്ങളുടെ നമ്മുടെ ഹോളി ക്വീൻസ് യു പി സ്കൂളിന്റെ 60ാം വയസ്സിലേക്ക് കിടക്കുന്ന ഹോളി ക്വീൻസ് യു പി സ്കൂളിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഒപ്പം ഇന്ന് ഇവിടുന്ന് സർവീസ് അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ടീച്ചേഴ്സിന് 2 ടീച്ചേഴ്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. കാരണം ഒരിക്കലും നമ്മുടെ ടീച്ചേഴ്സിനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയും. ഞാൻ ഓരോ സ്കൂളിലും പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ, ഇപ്പൊ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ പണ്ട് 7ാം ക്ലാസ്സിൽ മൈക്ക് പിടിച്ച് ആദ്യമായിട്ട് മിമിക്രി ചെയ്തതൊക്കെയാണ് ഓർമ്മ വരുന്നത്. കാരണം നിങ്ങളിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് എന്നെ കണ്ടാൽ മതി. അപ്പോ കാണില്ലേ? ഓക്കെ. അപ്പൊ ഇത്ര നേരം നമ്മൾ കുറെ നല്ല പാട്ടുകളൊക്കെ കേട്ടു. നമ്മുടെ തൈക്കുടം ബീച്ചിനോടൊപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായത്. മാത്രമല്ല എന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഉല്ലാസ് ചേട്ടനാണ്. ഉല്ലാസ് ചേട്ടനുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കണം. അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. അപ്പോ ഈ തണുപ്പുകളെ ചൂടാക്കി മാറ്റാം. നമുക്ക് തണുപ്പൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ കുറെ തമാശകളൊക്കെ പറഞ്ഞ് നമുക്ക് കോമഡിയൊക്കെ പറഞ്ഞ് കുറെ താരങ്ങളൊക്കെ അനുകരിച്ച് നമുക്ക് ഒരു കുറച്ചു നേരം മുന്നോട്ട് പോകാൻ റെഡിയല്ലേ? എല്ലാവരും റെഡിയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ആദ്യം ആരെയാണ് അനുകരിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കണം എന്ന ആഗ്രഹമുള്ള ശബ്ദം ആരുടേതായി?
പല 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 ആളുകളുടെ പേരുകൾ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കൂടുതലായിട്ട് കേൾക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനെ കേൾക്കണം അല്ലെങ്കിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ കൈയടിക്കുക. എന്താ പിണറായി വിജയൻ സാറിനെ ആർക്കും ഇഷ്ടമല്ല? ഓക്കെ, അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. നമ്മുടെ ഈ 60ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഹോളി ക്യൂൻസ് UP സ്കൂളിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ കടന്നു വരുമ്പോൾ ഇങ്ങനെയാണോ കൈയടിക്കേണ്ടത്? നല്ലൊരു കൈയടി അദ്ദേഹം വരുന്നതിന് മുമ്പേ കൊടുക്കണം. കാരണം അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് അതൊക്കെ സർപ്രൈസുകളാണ്. അപ്പൊ എന്തായാലും നമുക്ക് അദ്ദേഹത്തെ വിളിക്കട്ടെ. വിളിക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് കൂവണം. ഓക്കെ, ഇത് സത്യം പറഞ്ഞപ്പോ ഹെഡ്സെറ്റ് വെച്ച പോലെയാട്ടോ, 2 സൈഡിന് സൗണ്ട് വരുന്നത്. പക്ഷെ സെന്ററിൽ നിന്ന് അധികം വരുന്നില്ല. പക്ഷെ നമ്മൾ വരുത്തും അല്ലെ? അതാണ് നമ്മുടെ ഒരു കലാകാരന്റെ ഏറ്റവും വലിയൊരു ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം പിണറായി വിജയൻ സാറിനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഇന്ന് നമ്മുടെ ഹോളി ക്യൂൻസ് UP സ്കൂളിൻ്റെ 60ാം വാർഷികത്തിനോടനുബന്ധിച്ച് നടക്കുന്ന സംസാര സമ്മേളനമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുമെല്ലാം മരണ വീട്ടിലാണ് വന്നിരിക്കുന്നത്. മരണ വീട്ടിലാണോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അല്ലാതെ കിടന്ന് അലറുക കുറുക്കന്മാരെ പോലെ പോവാനല്ല പറഞ്ഞത്. നല്ല അനുസരണയുണ്ടെന്ന് നന്നായിട്ട് അറിയാം. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള വിരട്ടലും വരപേശലും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എന്നെ ബാധിക്കുന്നത് ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ചുമതലയേറ്റവരാണ് ഞങ്ങൾ. ആ ചുമതല ഞങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ സൈലൻസിനെ കൂടുതൽ ആവേശഭരിതമാക്കാൻ സാധിക്കുന്നത് മറ്റൊരു നേതാവിനായിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. അപ്പോൾ ഇങ്ങനെ മസിൽ പിടിച്ചിരുന്നാൽ കേരള മുഖ്യമന്ത്രി കർശനമായ നടപടി എടുക്കുന്നത് എല്ലാവർക്കും വരും. ഞാൻ പല വേദികളിലും പണ്ട് ഏതോ പത്രപ്രവർത്തകർ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കാണ് കടന്നു എന്നോ. അതിനുള്ള ധൈര്യം അവിടെ നിന്നാണ് കിട്ടിയത്. കടക്ക് പുറത്ത് എന്ന് ഞാനാണ് പറയുന്നത്, അല്ലാതെ നീയൻ. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വിളിക്കും. मेरा प्यारा राजकुमारी, मेरा प्यारा राजकुमारी निवासिया, എനിക്ക് നിങ്ങളോട് നല്ല പടക്കമുണ്ട്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നപ്പോൾ കയ്യടിയുമില്ല, ഭരണ വീടിന്റെ മുകളിൽ. മോദിജി വന്നപ്പോൾ എന്താണ് ഇത്ര കയ്യടിക്കാൻ? मेरा पिटाई എല്ലാവർക്കും എന്നെയും ഇഷ്ടമല്ലേ मेरा उल्लास बेटा अल्ले मैं पहली बार राजकुमारी में आया है. നിങ്ങളുടെ എല്ലാവരുടെയും
മുഖത്തെ സന്തോഷം കാണാൻ വന്നു മേരാ ബേട്ട. എന്താ ബേട്ട പേടിയാവുന്നുണ്ടോ ബേട്ട? അദ്ദേഹത്തിന് പേടിയാവുന്നില്ല, കാരണം ഇദ്ദേഹമല്ലേ PT പ്രസിഡന്റ്. PT പ്രസിഡന്റ് അല്ലേ നിങ്ങൾ? അതെ അതെ അതെ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ പറഞ്ഞു ചോദ്യം ചെയ്യണ്ട. അല്ലെ ചോദിച്ചാൽ എന്താ സംഭവിക്കും? കറക്റ്റ് മറുപടി അല്ലയോ എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ചോദിക്കണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ആണ്. ഈ PT പ്രസിഡന്റ് വല്ലാത്തൊരു പ്രസിഡന്റ്. അദ്ദേഹം ചോദ്യങ്ങളും പടപാടുകളും ഉന്നയിക്കുന്നത് കേരള മുഖ്യമന്ത്രിക്ക് തന്നെ. എന്തിനാണ് കരയുന്നത്? നിങ്ങൾ ഈ കറുത്ത ഇതിട്ടത് എന്നെ അപമാനിക്കാൻ വേണ്ടി? അല്ലെങ്കിൽ ഇത്രയും പേര് ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞു. അല്ല മേരാ ബേട്ട, സത്യമല്ലേ? ഇത്രയും പേര് വെള്ളം കതറിടുമ്പോൾ ഇവരെന്തിനാണ് കരച്ചതിട്ടത്? അത് എന്നെ അപമാനിക്കാനുള്ളതെന്നുള്ള ഒരു ബോധം എനിക്കുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണമുണ്ട്. നമ്മുടെ ഈ പരിപാടിയിൽ മോദിജി വന്നിട്ടുണ്ട്, അല്ലേ അച്ഛോ? പിണറായി വിജയൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു പാട്ട് പാടാതെ പോകുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. തീർച്ചയായിട്ടും ശരിയാണ്. തീർച്ചയായിട്ടും ശരിയാണ്. പിണറായി സാറ് പാട്ട് പാടും. പാട്ട് പാടുക എന്നത് എൻ്റെ പ്രവർത്തന പട്ടികയിലുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ ഉറങ്ങുകയാണല്ലോ, ആ കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത് ഈ പാട്ട് മര്യാദയ്ക്ക് കൈയടിച്ചിരിക്കേണ്ട കർശനമായ നടപടി കൊടുക്കുന്നതായിരിക്കും. മാത്രമല്ല റേഷൻ കാർഡിൽ നിന്ന് എല്ലാവരുടെയും പേര് വെട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് മരിയുമില്ല, ഗോതമ്പുമില്ല, മണ്ണെണ്ണയുമില്ല, ഒന്നുമില്ല. पार्ट प्ले करो, पिनराई सॉन्ग प्ले करो मेरा बेटा. मेरा बेटा प्ले करो बेटा. अय्यो നെഞ്ചുലറാടി കൈവിടിയുള്ള കളവാടി കാത്തോന്നൽ കണ്ണൊന്ന് കണ്ണൊന്ന് ഓടത്തി ചിരിക്കണം. താങ്ക് യു സോ മച്ച്. ഇതെന്തത് പുകമയോ? ഇത് കാണുമ്പോ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ഓർമ്മ വരുന്നത്? ചെയ്തത് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? അതുപോലത്തെ ഒരു എന്തായാലും പിണറായി സാറും മോദിജിയും വന്നു പോയല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ഒരിക്കലും പിണറായി സാറോ മോദിജിയോ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. നമ്മൾ തമാശ രൂപേണ അവതരിപ്പിച്ചാണ്. എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഏതൊരു താരത്തിനും ആദ്യമായിട്ട് അനുകരിക്കുന്ന ഒരു ശബ്ദം ഉണ്ടാവും. ഏതൊരു മിമിക്രി ആർട്ടിസ്റ്റും. ഞാൻ ആദ്യമായിട്ട് അനുകരിച്ച ശബ്ദം എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസൻ. അപ്പോ ഞാൻ തുടക്കത്തിൽ ചോദിച്ച ആരുടെ ശബ്ദം ആദ്യം അനുകരിക്കണം എന്ന് ചോദിച്ചപ്പോൾ കുറെ പേര് പിണറായി വിജയൻ സാറിന്റെ പേര് പറഞ്ഞു, കുറെ പേര് വിനീത് ശ്രീനിവാസന്റെ പേര് പറഞ്ഞു. അപ്പൊ വിനീത് ശ്രീനിവാസനാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരാൻ പോകുന്നത്. വിനീതേട്ടന്റെ സംസാര ശൈലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഭയങ്കര വിനയമാണ് അല്ലെ? ഏതൊരാളെ കണ്ടാലും വളരെ വിനയത്തോടു കൂടി സംസാരിക്കുന്ന വിനീതേട്ടൻ നിങ്ങളുടെ മുന്നിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഹായ്. ഹലോ, എന്നെ ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നണം. ആർക്കും മനസ്സിലായിട്ടില്ല? ഹലോ, എന്ന് എല്ലാവരും ഓർക്കുന്നിരിക്കണം. സത്യം പറഞ്ഞാൽ കുറച്ച് പേര് ഭയങ്കര തന്നിരിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ തണുപ്പത്ത് അല്ലെ വളരെ കുറച്ച് ലേറ്റ് ആയി പോയില്ല പ്രോഗ്രാം. എല്ലാവരും ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് എല്ലാവരോടും. എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് ഒന്ന് കൈയടിച്ചേ. എന്തൊരു തളർന്ന കൈയടികളാണ്. ഈ കൈയടികളൊക്കെ നമുക്ക് എനർജറ്റിക് ആയിട്ട് മാറ്റാം. എല്ലാവരും എൻ്റെ സിനിമകളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഞാനൊരു പാട്ട് പാടിയാലോ? പാട്ട് പാടണം. പാട്ട് പാടണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈ വെക്കെ. ഒരു പാട്ട് പാട്ടെ. പിണറായി സാറും മോദിജിക്ക് സപ്പോർട്ട് ചെയ്തതുപോലെ എനിക്കൊരു സപ്പോർട്ട് തരുമോ? അന്നാ നന്നായിട്ടൊന്ന് കൈയടിച്ച് പിള്ളേരെ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് എടുക്കാം. വിനീത് ശ്രീനിവാസൻ സോങ് പ്ലീസ്. ലെവലും റിവറും എല്ലാരും കൈയടിക്കേ.
താരം പിന്നിൽ തേവാരം നോക്കുന്നേ തുമ്പിൽ മന്ത്രം മന്ത്രം ചൊല്ലി പൂക്കുന്നേ. 3 പേരെ എവിടെയെങ്കിലും കണ്ടോ? കണ്ടോ ഏട്ടാ? കണ്ടോ? ഉണ്ട്. തുടക്കത്തിലെ അദ്ദേഹം ഈ ഫസ്റ്റ് നിൽക്കുന്ന ആളുടെ പേരാണ് ശ്രീഹരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നടുക്ക് നിൽക്കുന്നത് വിജയൻ പെരിങ്ങോട്, മൂന്നാമതിരിക്കുന്നത് നമ്മുടെ സ്വന്തം TG രവി. ഈ 3 പേരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. കാരണം സത്യനന്ദിക്കാടിന്റെ സിനിമകളിൽ പലപ്പോഴും കാണുന്ന ഒരു താരമാണ് നമ്മുടെ ഈ ശ്രീഹരി എന്ന് പറയുന്ന ഈ ചേട്ടൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്? നമുക്കൊന്ന് കേട്ടു നോക്കാം. കറക്റ്റ് ആണെങ്കിൽ നല്ല പടക്കം പൊട്ടർ കൈഡി തരുമോ? തരില്ലേ? ഓക്കെ, ഇത് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ റോയിയുടെ വക്കീല. എന്റെ കൊച്ചു തോമ, ഞാൻ എന്ത് ചെയ്യണ? എല്ലാം നശിപ്പിച്ചില്ലേ? ബാങ്കിൽ നിന്ന് കാശ് വലിച്ച് വീട് പണി തുടങ്ങിയപ്പോഴും ബാറിന് പാർട്ണർഷിപ്പ് തുടങ്ങിയപ്പോഴും ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ ചെയ്യരുത്, വെട്ടിലാവുന്നു. അപ്പൊ എല്ലാം വെട്ടിപ്പിടിക്കണം. എല്ലാം വെട്ടിപ്പിടിച്ചില്ലേ? എന്നെ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് നന്നായിട്ട് മനസ്സിലായി. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കണ്ടോടെ. ഞാൻ റോയിയുടെ വക്കീല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ റോയിയുടെ വക്കീലിനെ കണ്ടാൽ മതി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരു പൈസ പോലും വാങ്ങാണ്ട് ഞാൻ ചെയ്തു തന്നോളാം. ഞാൻ റോയിയുടെ വക്കീല. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഇങ്ങനെയല്ലേ അദ്ദേഹത്തിന്റെ ശബ്ദം? നിങ്ങൾക്ക് മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തതാണ് വിജയൻ പെരിങ്ങോട് അല്ലേ? ഇദ്ദേഹത്തിന് നമ്പൂതിരി ചായ കടക്കാരനായിട്ട് പലപ്പോഴും നമുക്ക് സിനിമയിൽ കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദ വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. എന്റെ രാമനാഥ് അർജുന കേമനാക്ക അതൊക്കെ വാക്കിലുള്ളൂ. നട്ടല്ലാണ് ശ്രദ്ധാക്കണത്. ഇവർക്ക് നിൽക്കോന്നില്ല. ഇല്ലെങ്കിൽ തന്നെ ബലരാമനാക്കാൻ ഉയർന്നിട്ടുണ്ട്. എന്താ ചൂതാട്ടോ? എന്റെ വലിയ വേലാജനെ കൊണ്ടുള്ളത് താങ്കാൻ വയ്യ. കടക്കൊരു ബോർഡ് വെക്കാൻ സംഭവിച്ചില്ല. അതിന്റെ പേരില്ല കുഞ്ഞാപ്പിട്ടില്ല. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത ശബ്ദം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ശബ്ദമാണ് TG രവി. ഇദ്ദേഹത്തിന്റെ ശബ്ദം ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അനുകരിക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ് തൊണ്ടയ്ക്ക് കൊടുത്ത് ഞാൻ അനുകരിക്കുന്ന ശബ്ദങ്ങളിൽ ഒന്നാണ് നമ്മുടെ TG രവി എന്ന് പറഞ്ഞാൽ. TG രവിയുടെ ശബ്ദം നിന്ന് ഇങ്ങനെയാണ്, കേട്ടോളൂ. കാറ് വാങ്ങിക്കാനുള്ള ആള് ഈ ലേറ്റ് ആവുന്നത്. ഇങ്ങനെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ സമയം പറയാം. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുമ്പോ അവര് പറയും അവരുടെ കട്ടിലിന്റെ എഴുതിയിട്ട് കൂടെ ഉണ്ടാവില്ല. എന്നിട്ടും വെച്ച് കാറ്റും താങ്ക് യു സോ മച്ച്. മക്കൾ സൽമാൻ വിജയ് സേതുപതിക്ക് നല്ലൊരു കൈഡി കൊടുക്കേ. അപ്പൊ വിജയ് സേതുപതി കണ്ടോ? எல்லாருக்கும் வணக்கம். நான் விஜய் சேதுபதி சார். எப்படி இருக்கீங்க? எல்லாரும் நல்லா இருக்கீங்களா? கேட்கிறடா சத்தமா? நல்லா இருக்கு. எல்லாரும் நல்லா இருக்கீங்களா? எல்லாரும் ஹாப்பியா இருக்கீங்களா? எல்லாரும் சேச்சி என்ன புரியுமா? நான் எங்கிருந்து வர சொல்ல முடியுமாடா? நான் எங்கிருந்து வர சொல்லு. டேய் என்னடா இங்க பண்ணிட்டு? டேய் என்னடா இங்க பண்ணிட்டு இருக்க? நீ எப்போ வந்தடா இங்க? உனக்கு தெரியுமா? பாட்டு தெரியுமா? என்ன தெரியும்? தமிழ் ஸ்டூடெண்ட்ஸ் இங்க இருக்காங்களா? அட நல்ல கைத்தட்டல் தானே. அப்ப நசீர் ஊர்ல பொண்ணுங்க சொல்லியாச்சுனா வாடா. എല്ലാവർക്കും നമസ്കാരം. ഹലോ, എന്റെ രാജകുമാരി ചേച്ചി ഒന്ന് കൈയടിക്കൂ. എന്റെ പൊന്നു മക്കളെ, ഇത്രയും തണുപ്പത്തിരിക്കുമ്പോ ഈ കൈയടിക്കുമ്പോ കിട്ടുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ, എന്തെല്ലാവർക്കും ചൂടൊക്കെ അകറ്റാൻ പറ്റുള്ളൂ അല്ലേ? രാജകുമാരിയോട് എല്ലാവരും കൗണ്ട് ഔട്ട് ചെയ്യണം, നല്ല സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. നന്നായിട്ട് അപ്പോൾ കുറേ സിനിമേൻ്റെ ക്ലിപ്പൊക്കെ എടുത്തിട്ട് കുറേ പേരെ എന്നെ അനുകരിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊന്നും എനിക്ക് ഇതില്ലാത്ത ആഡ് ചെയ്യാൻ പറ്റില്ല. വേറൊന്നുമല്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്ത് രസമാണല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടന് കണ്ണ് തട്ടാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. വേറെ നല്ല അത്രയും മനോഹരമായിട്ട് ഓരോരുത്തരെയും അത്രയും സ്റ്റഡി ചെയ്തിട്ട് ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട്
അത്ര അടിപൊളിയായിട്ട് ചേട്ടൻ അത് അവതരിപ്പിച്ചു കേട്ടോ. ഞാൻ ചേട്ടൻ്റെ വലിയൊരു ഫാനാണ്. ചേട്ടൻ്റെ ഷോസൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഫാൻസായിട്ടുള്ളവരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. പിന്നെ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ജനങ്ങളുടെ തിരക്ക് കാരണം നമുക്ക് പോയി ഫോട്ടോ എടുക്കാനൊന്നും പറ്റുമായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഷോയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അടിപൊളിയായിരുന്നേ. പിന്നെ പറയാനുണ്ടോ, നമ്മുടെ മണിച്ചേട്ടൻ്റെ സോങ് ഒക്കെ 2-3 അങ്ങ് പാടി കേട്ടോ. അത് കേട്ടപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ വഴിയെ പോകുന്ന ആളുടെ താടിക്കൊക്കെ തോണ്ടിയിട്ടൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മുടെ അടുത്ത് തന്നെ വന്നായിരുന്നു കേട്ടോ. അടുത്ത് വന്നെന്നാണ് പാടുന്നത്. നമ്മൾ കുറച്ച് ബാക്കിലാണ് ഇരിക്കുന്നത്. കാരണം ആദ്യത്തെ സീറ്റ് മുഴുവനും കുട്ടികളായിരുന്നു, പിന്നെ അവരുടെ പേരൻ്റെയൊക്കെ. പിന്നെയുള്ള കുറച്ച് ഭാഗത്തേക്കാണ് നമ്മളിരിക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ അടുത്ത് പോയി പുള്ളി ഡാൻസും കളിച്ച് പാട്ട് പാടായിരുന്നു. അടിപൊളിയായിരുന്നേ. ഇത്രയും 1 മണിക്കൂർ നേരം പോയതറിഞ്ഞില്ല. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഹോളി ക്യൂൻസ് യു പി സ്കൂളിന്റെ 60ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം കാണാൻ കഴിഞ്ഞു. എനിക്ക് കുട്ടികളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ അങ്കിള് സ്പോട്ടപ്പ് ചെയ്തായിരുന്നല്ലേ? സ്പോട്ടപ്പ് ചെയ്തപ്പോൾ കുറെ നടന്മാർ മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുന്ന സീനുകളൊക്കെ കണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരിക്കലും മദ്യപിക്കരുത്, പുകവലിക്കരുത്. അത് നമുക്ക് ശരീരത്തിന് ദോഷമുള്ള കാര്യം, അതായത് ദോഷമുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ? മാത്രമല്ല പിന്നെ എല്ലാവർക്കും എന്താ പറയാ, ഞാനൊരു ആക്സിഡന്റ് കഴിഞ്ഞാൽ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മുഖത്ത് സ്റ്റീലുകളൊക്കെ ഇട്ടിട്ടുണ്ട്, പല്ലുകളൊന്നും വെച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചോണ്ട് എനിക്ക് ഇങ്ങനെ മുന്നിലിങ്ങനെ വളരെ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് ഞാൻ വളരെ പോസിറ്റീവായിട്ട് ആ കാര്യങ്ങളെ എടുത്തതുകൊണ്ട് മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പുഞ്ചിരി കൊണ്ട് നേരിടുക. മാത്രമല്ല നിങ്ങളെല്ലാവരും രാത്രി യാത്ര ചെയ്യുമ്പോൾ പരമാവധി ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഉറങ്ങിയാൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. ഞാൻ ഉറങ്ങിയിരുന്നു. മാത്രമല്ല ഞാൻ സീറ്റ് ബെൽറ്റും ധരിച്ചിരുന്നില്ല. പുറകിലായിരുന്നു ഇരുന്നത്. പുറകിലിരിക്കുമ്പോൾ നമ്മൾ പൊതുവെ സീറ്റ് ബെൽറ്റ് ധരിക്കാറില്ല. അപ്പോൾ ഏത് സമയത്ത് യാത്ര ചെയ്താലും എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക, ഉറങ്ങാതിരിക്കുക രാത്രി. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അപകടം സംഭവിക്കില്ല. ഒപ്പം എൻ്റെ കൂടെ അന്ന് സഞ്ചരിച്ച ബിനിച്ചേട്ടനെയും കൊല്ലം സുധിച്ചേട്ടൻ അന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹത്തിനും ഉള്ള ഓർമ്മകൾക്ക് മുന്നിൽ എൻ്റെ ഈ പെർഫോമൻസ് ഞാൻ സമർപ്പിക്കുകയാണ്. ഒപ്പം എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചു. എന്താണ് മൊട്ടത്തലയും ബ്ലോഗറുടെ ശബ്ദം അനുകരിക്കണം. മൊട്ടത്തല ഒരു മോട്ടിവേഷൻ എന്നുള്ളൊരു ഫോട്ടോ പുറകിലിടാവും കേട്ടാ. മോട്ടിവേഷൻ എന്നുള്ളൊരു ഫോട്ടോ പുറകിലിടാവും. ചേട്ടന് വേണ്ടി ഞാൻ അനുകരിക്കാൻ പോകാം. മോട്ടിവേഷൻ എന്നുള്ളൊരു ഫോട്ടോ ഉണ്ട്, അതൊന്ന് പുറകിലിടാവും പ്ലീസ്. ഈ നടുക്കിരിക്കണം മൊട്ടത്തലയും ചേട്ടന്റെ ശബ്ദമാണ് ഈ ചേട്ടൻ ചോദിച്ചത്. ഇദ്ദേഹത്തെ അറിയോ നിങ്ങൾക്ക്? അറിയാം ചേട്ടൻ? ഒന്ന് എടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ചേട്ടന്റെ പേരെന്താ? അനൂപേട്ടന് വേണ്ടിയിട്ട് മൊട്ടത്തലയും ചേട്ടനെ എടുക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം ഇങ്ങനെയാണ്. നിങ്ങളുടെ വാർത്ത എന്തൊക്കെ ന്യായങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കഥ എത്ര സത്യസന്ധമാണെങ്കിലും പലപ്പോഴും അതിന് മുമ്പിൽ പ്രസക്തിയില്ല. നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് 100 കാരണങ്ങളുണ്ട്. പോകാനാണ് ഉദ്ദേശമെങ്കിൽ അവർക്ക് 1000 കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. സ്വാർത്ഥതയ്ക്ക്, ചതിക്ക്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് പോലെ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുള്ള ഒരു നാടാണ്. അതുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കുക. ജാൻമണി ഒരു അവസാനമായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജാൻമണി എത്തിയിരിക്കുകയാണ്. ജാൻമണിയുടെ ഒരു പാട്ട് കേൾക്കാം. അപ്പൊ താങ്ക് യു സോ മച്ച്. എനിക്കതിൽ വിശ്വാസം വെച്ചു. ഇത് നമ്മുടെ മെമ്മറീസിലെ പൃഥ്വിരാജ. എത്ര കാലമായി ശബ്ദം മാത്രമേ ഉള്ളൂ. താടി. അപ്പോൾ മഹേഷ് കുഞ്ഞുമോൻ്റെ പ്രോഗ്രാമൊക്കെ അവസാനിച്ച ശേഷം പിന്നെയും കുറച്ച് നേരം കൂടെ ഗാനമേള ഉണ്ടായിരുന്നു. ഞങ്ങൾ കേൾക്കാൻ നിന്നില്ല, അതുപോലെ തണുപ്പായിരുന്നു കേട്ടോ. തിരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ദേ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ റോട്ടിൽ നിന്ന് താഴേക്ക് നടന്നു, സ്കൂളിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.